അതെ. അപ്പോൾ വെൽക്കം ബാക്ക് ടു ഇത് പൊടിച്ച് കാണാൻ എടുക്കാൻ പറ്റൂല. ഇതുണ്ടോ ഗിംബൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ എടുക്കും. അപ്പോൾ ഗായ്സ് ഇന്ന് നമ്മൾ അടുത്ത ഷൂട്ട് ഡേക്ക് പോവാണ്. ഷൂട്ട് എടുക്കാനൊക്കെ പറ്റി. പുതിയ രണ്ടാളുണ്ട്. എന്താണ് പറയുന്നത്? നമ്മള് പറയണത് ഇൻട്രോ പറയണത് ബിൻസിനാണ്. മിൻസിന ഇന്ന കാട്ടല്ലേ സാബിനൊക്കെ വ്ളോഗിൽ തന്നെ കൊണ്ടായിട്ടില്ല. സാബിനൊക്കെ വ്ളോഗിൽ കൊടുത്താലുണ്ടല്ലോ ഓവറാക്കി ആ വ്ളോഗിന് എത്രത്തോളം ഓവറാക്കാൻ പറ്റും, കൊല്ലാൻ പറ്റും, അങ്ങനെ വെച്ച് കാട്ടുന്നത്. കഴിഞ്ഞ വ്ളോഗിനൊക്കെ വെച്ച് കാട്ടിക്കുട്ടിയൊന്നും പറയണില്ല. പോട്ടെ. പിന്നെ കഴിഞ്ഞ വ്ളോഗിന് എല്ലാവരും കംപ്ലൈൻറ്റ് എഴുതിയിരുന്നു, എല്ലാവരും ചുയിങ്കം ചാക്കുണ്ട്. വിക്കൊരു ചുയിങ്കല്ല, വിക്ക് ചുട്ടായി കേട്ടോ, വെറൈറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളതും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ വ്ളോഗിൽ പുതിയതായി വന്ന മെമ്പറാണ് സാബിത്ത്. അപ്പോൾ എഡിറ്ററാണ്. അവനങ്ങനെ ജനറേറ്ററും ഇൻ്റർവേറ്ററൊക്കെയാണ്. അപ്പോൾ ഓൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ തട്ടിമുട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടെടുക്കാം. പിന്നെ ഇവനങ്ങൾ അറിയില്ലേ, നമ്മളെ പ്രൊമോഷൻ കിങ് ആണ്. അപ്പോൾ പിന്നെ എന്തെങ്കിലും നമ്മളെ പുകയത്താന്നുണ്ടെങ്കിൽ ഓൻ തന്നെയാണ് മെയിനായിട്ട് പറയാം. അപ്പോൾ ഓൻ നമ്മൾ കൊണ്ടെടുക്കണം വെച്ചാൽ നമുക്കൊരു സപ്പോർട്ടിന് ആൾ വേണമല്ലോ. അപ്പോൾ അതിന് പൈസ കൊടുത്ത് കൊണ്ടെടുക്കാണ്. അതൊരു സപ്പോർട്ടാണ് ഇവൻ്റെ പ്രത്യേകത. അതെ, ആകെ സപ്പോർട്ട്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ തന്നെ പൊത്തട്ട് കണ്ടിക്കണേ ഇവനെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടേ. ഓ ബാസിലെ ഓ സാബിനിപ്പൊ കണ്ടത് അത്യവരത്തത് കൊണ്ടായിരിച്ച് മനെ ഫ്രണ്ട്സിലുണ്ടല്ലോ ചേരാവും ആ ഒരു ഇതാണ്. ഇത് മനസ്സിലാ ഇങ്ങനത്തെ ഒരു ക്രിഞ്ചി കുട്ടി. പിന്നെ പറയാനുള്ള വേറൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ഓഫർ ടൈമാണ്. ഇതുവരെ ഞാൻ കല്യാണത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ അതല്ല അപ്പോ ഇതുവരെ ഞാൻ ചിന്തിച്ചില്ല. അപ്പൊ നിങ്ങൾക്കുള്ളൊരു ഓഫറാണ്. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഞാന് സുമനസ്സുകളുടെ സഹായം തേടുന്നു. അവിവാഹിതൻ, വയസ്സ് 30. കൂടില്ല, 30 കൂടില്ല. ലൈൻ കാട്ട്. എനിക്ക് വയസ്സ് 26. കള്ളമില്ലാത്ത സംസാരമാണ് എൻ്റെ മെയിൻ. പിന്നെ ഞാൻ ഈ വ്ളോഗ് എടുക്കുമ്പോൾ കുറേ എൻ്റെ വിരലിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കണം. വെറുതെ പോയി പറയാൻ പറ്റൂലല്ലോ. ഇനി ബാക്കി വ്ളോഗ് ഓൺ എടുത്തോളും. കാരണം കൂടെ എടുക്കാൻ വെച്ചാൽ കൈയൊക്കെ ഷോൾഡർ വാങ്ങിച്ചിട്ടുണ്ട്. എങ്ങനെ ഇതൊക്കെ എടുക്കണാവോ? നൈസായിട്ടുള്ള ജിമ്മിന് പോയിട്ടാ പിന്നെ എങ്ങനെ കല്യാണം റെഡിയാവാ? അപ്പോൾ സാങ്കേതിക കാരണം ചുരുക്കി പറഞ്ഞാൽ നമ്മളിത് വീഡിയോ എടുക്കാൻ പറഞ്ഞത്. പക്ഷേ നമ്മളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ വന്നു, ക്യാമറ എടുത്തു മെമ്മ എടുത്തില്ല, ഗിംബൽ എടുത്തു ക്ലാമ്പ് എടുത്തില്ല. അപ്പോൾ ബാറ്ററി നാളിനൊക്കെ ഫുൾ ചാർജ് എടുത്തെടുത്തു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഡാൻസ് എടുക്കാനാണ് വന്നിക്കണത്. എന്നാലും നമ്മൾ ഷൂട്ട് ചെയ്യും. അതാണ് നമ്മൾ അത്രയും ഡെഡിക്കേഷനാണ്. ഈ മയത്തായാലും ഗിംബലില്ലെങ്കിലും മൊമെന്റിലെടുക്കാൻ പറ്റും. നമുക്ക് കീ ഫ്രെയിം ചെയ്യാം. സൈഡിൽ മറ്റേ താമര പൂവക്കും കോപ്പറേറ്റ് ഇട്ടോ. കാരണം എൻ്റെ സൗണ്ട് ആ സൗണ്ട് എല്ലാം പക്ഷെ താമരപ്പൂ അല്ല താമരപ്പൂക്ക് എടുത്തോ. അല്ല, ഇന്നലെ രാത്രി അവിടെ ഉണ്ട്.
ഒന്ന് നോക്കുക ചെക്ക് ചെയ്യാം ഒന്ന് നിർത്താം ഇത്ര ടെൻഷൻ അടിക്കണം എന്തിനാ നിർത്തി നോക്കിയാലോ എന്നാ കൺഫ്യൂഷൻ ആയിട്ട് തീരുമല്ലോ മൈ വ്ളോഗ്. അപ്പോൾ കിംബലിൻ്റെ ക്ലാമ്പ് ഉണ്ട് നമ്മൾ കൺഫേം ചെയ്തിരിക്കണേ. അപ്പോൾ ഷൂട്ട് പൊളിക്കാനുള്ള പരിപാടിയാണ്. ഞാൻ വ്ളോഗ് എടുക്കി. അപ്പോൾ സ്നേഹം എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ആ മുട്ടായി അടിക്കാച്ചേ ഇതെന്തിനാ ഈ കോലിട്ടായി നിൽക്കാണ്ട് ഇങ്ങനെ എക്സ്പ്രഷൻ ഉണ്ട്. ഓളൊരു കോലിട്ടായി നിൽക്കണ ഇപ്പോൾ നമ്മൾ കാണാത്ത പോലെ മാറി. മൈക്കൊക്കെ ഉണ്ടോ? ഹലോ ഹലോ ഹലോ. വലിയ പരിപാടിയാണ്, ചെറിയ പരിപാടിയല്ല ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും ടോപ്പ് പറയേ എന്നിട്ട് ഞാൻ കോലിട്ട് ഞാൻ കൊണ്ടാ ഞാൻ ആ സ്റ്റോറിന്റെ ഞാൻ എന്താ കോലിട്ട് അവസ്ഥ കരുതിയത്. പക്ഷെ പിന്നെ ചോദിച്ചത് പല്ലുവേദനയാണ്. ഒരു വേനില്ല. പല്ലുവേദന എന്നാലും വേണ്ടാവും. എടുത്തതായത് വിറ്റോക്ക് വരട്ടൂല, തീരെ വരട്ടൂല. എന്താക്കല്ലേ എന്താ പല്ല് കാണിച്ചു കൊടുക്കണോ? ഇതൊന്ന് പോയി കാച്ചോർന്ന് റബ്ബേ. മറ്റേ ഷാജഹാന്റെ പല്ല് മറ്റൊരു പല്ല് പറഞ്ഞാരിയേ ഫസിന്റെ പല്ല് തന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇതിപ്പോ നബിന്റെ പല്ല് ഇതിപ്പോ ഈ പല്ലാണ് എത്ര ആൾക്കാര് ഷൂട്ട് ചെയ്യാൻ പോവല്ലേ? ഇതാണ് എന്റെ മേലത്തെ പല്ല്. ഇത് കണ്ടോ? ഇത് ഇങ്ങനെയുള്ള ഇതാണ് വിസ്ഡം ടീത്ത്. രണ്ടെണ്ണം പറിച്ചോ? ഇതെന്തിനാ പറിച്ചേ? ഇതാണ് ഉള്ളിൽ കൂടെ വളർന്നത്. ഇതാണ് ചെരിഞ്ഞ് വളർന്നത്. ഇത് കളയണ്ട. ഇനിയിപ്പോ രണ്ടെണ്ണം വില സ്വർണ്ണം വിൽക്കണ വിൽക്കാൻ നമുക്ക്. ഇവള് ചെറുപ്പത്തില് പിന്നെ തലാണ്ടോട്ടില് ഓളെ വിചാരം അത് ഓളെന്താണ് പറയാ അത് ഇട്ട് വെച്ചാല് എങ്ങനെ വളരുന്ന്. ഞാൻ ഓഗി എന്തോ കോക്രോച്ചില് പണ്ട് ചെറുപ്പത്തില് നല്ല തലയാണിന്റെ അടി വെച്ച പൈസ ഇട്ടു. പൈസ വരുന്നു അങ്ങനെ തലാണ്ടോട്ടിലോള്. പിന്നെ അങ്ങനെ പെണ്ണാഴ്ച പല്ലടിക്കും വെച്ചോക്കട്ടെ. എന്നാ പോവാ. Thanks for coming, guys, to witness Pheasant's Palle, the real Pheasant's Palle, and we'll get back to you again in the next video. Until then, see you. സത്യം പറയട്ടെ, ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ ഇത്ര ആക്റ്റീവ് ആയിക്കണ ഒരു ക്രിയേറ്റർ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത് ഞാൻ സമ്മതിച്ചു. ഇപ്പോഴും എല്ലാ എന്തൊരു ഇങ്ങനെ ആവണം എല്ലാ ക്രിയേറ്റർമാരും. ഇൻസ്പയർ ഡെയിലി വീഡിയോസ് ഇടും, എന്നും കണ്ടന്റ് ഇടും. ആർക്കും എത്ര കൺസിസ്റ്റൻസി ഇല്ലേ? ഇൻസ്പയർ ചെയ്യണം. എന്താ ഇൻസ്പയർ ചെയ്യണം. പോവാ. പച്ചപ്പും പായപ്പുമുള്ള ഫറൂഖിൻ്റെ വണ്ടിയിലേക്ക് ഇവിടെ കൂർഗിൽ നിന്നുള്ള സ്നേഹാവി ചന്ദ്രനും അതേപോലെ മലപ്പുറത്ത് നിന്നുള്ള നമ്മളും വരികയാണ്. അവിടെ നോക്കൂ, ഇന്നലെ കാവിലത്ത് ആരൊക്കെ നിന്നൊരു പെണ്ണാണ് ചന്തം കണ്ണാണ് ഇന്നലെ. അപ്പോൾ ഗൈസ് നമ്മൾ ഷൂട്ട് തുടങ്ങുകയാണ്. പക്ഷേ നമ്മളെ ഇന്ത്യയൊക്കെ ഒരു ഭാഗ്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു തുള്ളി മഴ ഇവിടെ ഇല്ല.
പക്ഷേ ഞാൻ ഡാൻസ് കളി ഇങ്ങോട്ട് ആ ഒരു ഡാൻസ് കളിക്കാൻ ഷൂട്ട് റെഡി ആയെന്ന് കണ്ടാൽ തന്നെ പപ്പൊക്കെ പഠിച്ച മഴ തരും. ഐ എം സോ ലക്കി. പക്ഷെ ഞാൻ അന്ന് രണ്ടും കരുതിയിട്ടാണ് തന്നിട്ടുള്ളത്. കാരണം മഴ പെയ്താലും നമ്മളിന്ന് കളിക്കും. അതിൽ നിന്നൊരു ഒരപ്പീലുമില്ല. ഇന്നലെ കാവിലെ പോലെ ആസ്തറ്റിക് കാർഡ് അവിടെ ആസ്തറ്റിക് കാർഡ്. അസ്സലാമലൈക്കും. തിന്നുകാണ്ട് ജിമ്മിന് പോകുമ്പോ കാണുവാണൊക്കെ ഇല്ലല്ലേ സീനാണ്. ഇപ്പൊ തിന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ലാസ്റ്റേ ജിമ്മിന് പോയി ഇതേമാതിരി കുറക്കേണ്ടി വരും. ആടിന് പറയണേ നമ്മളൊക്കെല്ലാം പറഞ്ഞു കൊടുക്കാറുള്ളൂ. അറിയില്ലടി ഞാൻ അങ്ങനെ മന്തിന്റെ ഒക്കെ ഇതൊന്നും കൊടുത്തിട്ടില്ല. 6 month ഒക്കെ ആയോ? അങ്ങനെ നമ്മൾ ഷൂട്ട് തുടങ്ങിയപ്പോഴാണ് നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കറും ഹെഡ്സെറ്റ് എടുക്കാൻ മറന്നത്. പിന്നെ ഇതൊന്ന് കാണിച്ചെത്താ എന്നൊരു കാര്യം പറഞ്ഞെടുക്കാം. പണ്ട് ഞാൻ ഇതേപോലെ ഇങ്ങനെ ഒരു ഡാൻസിൻ്റെ സംഭവം വന്നപ്പോൾ ഇത് കുറച്ച് സീരിയസ് ആണ്, നമ്മൾ പറയാൻ പറ്റില്ല. പണ്ട് ഇതേമാതിരി ഞാനൊരു ഡാൻസിൻ്റെ സംഭവം വന്നപ്പോൾ ഇവിടെ ആകെ മഴ. ഈ ഫറൂഖ് ഇവിടെ ഫുൾ മഴ എന്ന് പറഞ്ഞാൽ അത് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ ഓപ്ഷനില്ല. കാരണം അവിടെ വെള്ളമൊക്കെ കയറിക്കുക. അപ്പം എൻ്റെ വണ്ടി കിടക്കണം അപ്പുറത്താണ്. കണ്ടില്ല, സൂം ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി അല്ലേ മനസ്സിലാവില്ല. അപ്പോൾ അപ്പുറത്താണ്. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും അങ്ങോട്ട് എത്തണം. പിന്നെ ഞാൻ കുറേയൊക്കെ ഇങ്ങനെ മടിച്ചു നിന്നു, ഇനിയിപ്പോൾ എങ്ങനെ പോവുക, കാരണം ഇവിടെ വെള്ളവും മഴ അങ്ങോട്ട് എത്തൂല. ലാസ്റ്റ് ഞാൻ ആകെ ഒരു മാർഗം കണ്ടപ്പോൾ ഞാൻ ഈ ചെരുപ്പ് ഇട്ടിട്ട് ഇവിടുന്നാണ് നീന്തിയിട്ട് അപ്പുറത്തെ അവിടേക്കാണ് നീന്തിക്കാണ്ട് എത്തി. അവിടെ നീന്തിയെത്തിയിട്ട് ആ വണ്ടി എടുത്തിട്ട് ഞാൻ നേരെ ബീച്ചിൽ പോയി. ശരിക്കും എനിക്ക് കാലിക്കറ്റ് ബീച്ച് വരെ എനിക്ക് നീന്തിയിരുന്നു. പക്ഷേ വണ്ടി ഇവിടെ ഉണ്ടായതുകൊണ്ട് വണ്ടിക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. എനിക്ക് അത്രയും അറ്റാച്ച്മെൻറ്റിൽ വണ്ടി ചെയ്തു. അപ്പോൾ അങ്ങനെ കുറേ സ്റ്റോറി എനിക്ക് ഫറൂഖിൻ്റെ വണ്ടിയിലുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് പറയാൻ തോന്നിയപ്പോൾ ഞങ്ങളെ അറിയിച്ചു എന്നുള്ളൂ. താങ്ക് യു. സത്യം പറയാം, ഇൻസ്റ്റാഗ്രാമിൽ ബാഡ് എന്താണെന്ന് വെച്ചറിയില്ല. ഞാൻ ഇവളോട് ചോദിച്ചു എന്താണ് ബാഡ് ചെയ്ത്. കാര്യമായിട്ട് പറയാം, ലിഫ്റ്റിക്ക് ഇടുക, പിന്നെന്താണ് ഈ മാല ഇടുക, മുടി ഷോർട്ടാക്കുക, ഇതാണ് ഇത്. ഓള് പറഞ്ഞു മുടി ഷോർട്ടാക്കിയാലും പിന്നെ ഇങ്ങനെ തിളങ്ങണ ലിഫ്റ്റിക്ക് ഇടണം, പിന്നെന്തൊക്കെ അപ്പൊ അതാണല്ലോ ബാഡ് കേട്ടോ. അപ്പൊ ഞാനൊക്കെ പേടിയാണ് ഞാൻ ബാഡൻ. അപ്പൊ ഞാൻ ബാഡൻ അല്ല, ബാഡനല്ല, ബാഡൻ മറ്റോ അല്ല, ബാഡൻ. ഇത് ബാഡൻ. ഞാൻ ലിപ്സ്റ്റിക് ഇടണോ ഇനി ഗ്ലോസി? അല്ലിടണോ? അല്ലിടണീടാ, എനിക്കും ആവണം പേടി. ആയം പേടി. പിന്നെന്തെങ്കിലും ഇടണോ പറയ്. പിന്നെന്തൊക്കെ ചെയ്യണ്ടേ? മാലേ എൻ്റെ അടുത്ത് മാല ചെറുതുണ്ട്. പണ്ട് ഇവിടെയൊക്കെ ഇപ്പൊ പേടി. പണ്ടേ ഒരു 4 കൊല്ലം മുന്നേ ഇന്നലെ കാവിലക്ക് പോളപ്പെണ്ണാണ് ആൾക്കാരാണ്. ഇപ്പോൾ ബാഡിയാണ് ഓരോ ബാഡിയെ. ഇത് ഇന്നലെ കാവിലെ പോളക്ക് പോളപ്പെണ്ണാണ് ചന്തം വീണക്കണ. അതിനൊരു കഥ പറയാണ്ട്. പണ്ടേ എൻ്റെ കൂടെ 2 ഡാൻസ് കളിച്ച ആൾക്കാരുണ്ട്, രോഹിത്തേട്ടൻ രാവിലേട്ടന്. ഇവര് കറുപ്പ് ഷർട്ടും വെള്ള തുണിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കും. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇച്ച് ഭയങ്കര സത്യം പറഞ്ഞാൽ ഓലെ വീഡിയോ നല്ല ടിക്ടോക്കിലല്ല വൈറലാവുണ്ട്. അപ്പോൾ ഞാൻ കരുതി വലിയ സ്കോർ ചെയ്തു, ഇച്ചുമാണല്ലോ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, രോഹിത്തേട്ടൻ രാവിലേട്ടാ പ്ലീസ് ഞാനും ബ്ലാക്ക് ഷർട്ട് ഇട്ട് വരാം, ഇന്നത് വീഡിയോ കൂട്ടുമോ. അപ്പോൾ ഞാൻ കരുതി ഉപ്പില് നല്ല രസമാണത്, അന്ന് ട്രെൻഡാണല്ലോ. അപ്പോൾ മുപ്പര് ചന്ദന പെട്ട് ഇങ്ങനെ കെട്ട് എന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഇങ്ങോട്ട് കറുപ്പ് ഷർട്ടും ഇട്ടിട്ട് ഇപ്പോൾ കറുപ്പ് പാൻറ് ഇട്ടാണ് പോയി. എന്നിട്ട് രസമല്ല ഞാനും ചെയ്തത് ഇങ്ങനെ കാതില് സാതില് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അക്കൗണ്ടിലൊക്കെ ഇട്ടിരുന്നു. പക്ഷെ പേടിയാണ്, പണ്ടത്തെ ടിക്ടോക്കൊക്കെ പോയി എടുക്കാൻ പറ്റൂല. അത് അന്നങ്ങനെ ട്രെൻഡ്. അപ്പം ഇന്ന് നമ്മൾ ട്രെൻഡാക്കി എന്താണ് നമ്മുടെ ട്രെൻഡ് ഇന്നലെ കാവിലെത്തും. നമ്മുടെ കാലം നമ്മുടെ മച്ചമ്പി. ഇനി ഒന്ന് പേടിക്കല, നമുക്ക് പേടപ്പിക്കല്ലേ. എന്താ മച്ചു പേടപ്പിക്കാൻ?
രണ്ട് ബാറ്റിലും കൊണ്ട് എടുക്ക് പട്ടി ഇതാ ബാഡി കഴിഞ്ഞോളേ മറ്റേ ഉള്ളോലം തേലും തന്നെന്തിനാണ് നടന്ന ആള് ഇപ്പൊ ബാഡിയാണോ ബാഡി. ഞാൻ ബാഡൻ ബാഡൻ. അപ്പോൾ ഗായ്സ് ഇനി മറ്റേ ഇത് അല്ല ശ്രേയ ഘോഷലിൻ്റെ മറ്റേ പാട്ടിൻ്റെ പേരുത്താ തേരി വേണ്ടല്ലേ പാട്ട് വേണ്ടല്ലേ പാട്ട് സൂറ പാട്ട് നമുക്ക് എന്നാലും ഇന്നലെ കാവിന് വിലക്ക് തോന്നുന്ന ഞാൻ ആലോചിച്ചു. ഞാൻ മൈക്കിൾ ജാക്സണോട് ആയാലും അങ്ങോട്ട് രണ്ടും അറിയില്ല രണ്ടും പറ്റൂല. ഡാൻസ് അറിയില്ല പാട്ടും അറിയില്ല. അവൻ പേടിയല്ല. ഞാനൊക്കെ ഒരു പാട്ട് ഇറക്കിയാൽ അതിന് മിമിക്രി ആർട്ടിസ്റ്റ് എന്നല്ല, അത് ഒരാളെ കൊണ്ട് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിയും. കാരണം എൻ്റെ വോയിസ് യൂണീക്കാണ്. ഇന്നലെ കാവിലെന്നാണ് തണക്കുന്ന പെണ്ണാണ് അതാണ് പ്രശ്നം. ഞാൻ വേറെ രസം ഇത് വേറെ രസം. കഴിഞ്ഞ വ്ളോഗിന് ഞാൻ അറിയാതെ 2 വരി പാടി. അപ്പോൾ സോണി മ്യൂസിക് എന്നൊക്കെ ഒരു മെയിൽ എന്നൊക്കെ അപ്പോൾ ഞാൻ അറിയാതൊരു പാട്ട് പാടിയതാണ് ഞാൻ കഴിഞ്ഞ വ്ളോഗിന്. അപ്പോൾ സോണി മ്യൂസിക് എന്നൊക്കെ ഒരു മെയിൽ, അത് കോപ്പിറൈറ്റാണ്. അല്ല പറഞ്ഞാൽ ഞാൻ കരോക്കെ യൂസ് ചെയ്തിട്ടില്ല. അല്ല അതിത്തെ സൗണ്ടാണ്. എത്ര പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് മനസ്സിലാവണല്ലോ. ഇത് കേൾക്കണ്ട പാടിയ. അപ്പോൾ ഒരു വിശ്വസിക്കണില്ല, ഞാൻ പാടിയതാണ്. പോലെ പണ്ട് കാരണം അതേ സൗണ്ട് അവർക്ക് തോന്നുന്നത്. എന്താ അറിയില്ല, റിയലേ കോപ്പറേറ്റ് കിട്ടി. ഞാൻ പാടിയതും സോണി മ്യൂസിക്കിൻ്റെ പാട്ട് ഒരേ പോലെയാണ്. അപ്പോൾ ഓല് കഴിഞ്ഞിട്ട് ഞാൻ തെളിവ് കാണിച്ചു കൊടുത്തു. ഞാൻ ഒരു വോയിസ് അയച്ചു കൊടുത്തു. അപ്പോഴൊരു വിശ്വസിച്ച് ബാഡി മറ്റേ ഓളെ മറ്റേ ഇതാണ് മറ്റേ ഉള്ളോലം തരി പൊന്നും ഇവര് പറ്റുന്നതാണോ മുടി തലേ അതല്ല ഇങ്ങോട്ടുണ്ട്. ആ ടൈമിലാണ് നമ്മൾ മറ്റേ ഇന്നലെ നമ്മൾ ഇറക്കിയത്. അന്ന് ഓരോ കണ്ണാപ്പികൾ റീൽസ് നെറ്റിയിലെ വെണ്ണനെ പൊട്ടു അതായിരുന്നു നിങ്ങള്. ഇപ്പൊ ബാഡിയില്ലേ? ഇപ്പൊ ബാഡിയല്ലേ? ഇപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി ബാഡി. I'm baden bro, baden. കട്ട് വീണ്ടും അൽഹംദുലില്ലാ. ഞാൻ ഷൂട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഐ എം സോ ലക്കി. കാരണം ഷൂട്ട് തുടങ്ങിയപ്പോൾ തന്നെ അൽഹംദുലില്ലാ എൻ്റെ ഒരു സ്ഥിതിയെ മാറി. അത് നമ്മളിപ്പോൾ 2 മണിക്ക് ഒന്ന് ഷൂട്ട് ചെയ്താലും അത് നമുക്ക് പഠിച്ചും കറക്റ്റ് സമയത്ത് അൽഹംദുലില്ലാ മായ കറക്റ്റ് തരും. അതെന്തോ മൂപ്പരും ഞാൻ തമ്മിലൊരു ഡീലാണ്. അല്ല ബാഡി നമ്മളോട് എന്താ ബാഡി വെച്ച് പൂളാരാണ് ലിപ്സ്റ്റിക് ഗ്ലൗസ് ഇടണം. അത് പറഞ്ഞതാ. പിന്നെ ഒരു മാല ഇടണം. ആയിക്കോട്ടെ സമ്മതിച്ചു. പക്ഷെ ഇവിടെ ഒരു 2020 പോവുകയാണെങ്കിൽ വേറെ ഇതുണ്ട്. 2020 പോവുകയാണെങ്കിൽ എന്താ വെച്ചാൽ മറ്റേതാണ് മറ്റേ ഉള്ളോലം തനി പൊന്നെന്തിനാണ് കട്ട് ഓള് ഞാൻ കണ്ടിക്കണേ. എന്നിട്ട് ആ ഓളാണ് ഇപ്പോൾ ബാഡി. ഇജ് ബാഡിയില്ല. സത്യം കാലം അനുസരിച്ചിലേക്ക് നമ്മൾ ബ്ലെൻഡ് ആവണമെന്നാണ് ശാസ്ത്രം. അപ്പൊ 2020 ആ ഇതിരി ഞാൻ കണ്ടില്ലല്ലോ. മറ്റേ ഇപ്പൊ ട്രെൻഡിങ് സോങ് ഇതാണ് ഇന്നലെ അതിലെന്നെ കണ്ടില്ലല്ലോ. ഞാനത് ആയി വരുന്നുള്ളായിരുന്നു ആ ടൈമില്. നിങ്ങളൊക്കെ കുറച്ച് ഇത് കുറച്ച് വലിയ അയ്യോ പടച്ചോരെ ബൂർക്കനാണ് ചവിട്ടിയത്. ഇത് വെൽക്കം ടു പുളിമൂട് ചാനൽ ഗൈസ്. Hello guys. It's me Baizi. This is Baizi, the dancer, the creator, who has a very huge
who has a very huge fan on the Instagram, social media. മാത്തമാറ്റിക്സിന്റെ സാധനം ഇട്ട് കൊടുക്കണം. പിന്നെന്താണ്? കഴിഞ്ഞ വ്ളോഗിൽ സുബീര് ഈ വ്ളോഗിൽ ഞാൻ എന്തെങ്കിലും കറക്റ്റ് ഓർത്ത ആൾക്കാരെ കൊണ്ടുവരൂലേ നമ്മളൊരു പ്രൊപ്പോസന് ബാഡി സ്നേഹ ഐഡി ഒന്നല്ല ബാഡി സ്നേഹ പൈസ കൊടുത്തുണ്ടാക്കിയാണ് ഒന്നുമില്ല മലയാളി ഒന്നല്ല ഇവിടെ കുറെ ബംഗാളി കണ്ടന ഒന്നും അറിയില്ല, അപ്പൊ ഇവനക്കൊന്നും അറിയില്ല. What is clock it? എന്താ എടാ ഞാൻ അത്ര ഇതായിട്ടില്ല നിങ്ങൾ IDK LMK SLK ഒന്നും എനിക്കറിയില്ല. അല്ല, ഞാൻ ജെൻസിയാണ് ഞാൻ ഏജിൽ ജെൻസിയാണ് ഞാൻ. മറ്റേ നിങ്ങള് കൊറേ ഇവരൊക്കെ നല്ല പ്രായമുണ്ട് അൽഫാമൻ ചാൻസ് ഇല്ല, എനിക്ക് അത്രയും ബുദ്ധിയില്ല. ഐ മീൻ നീ ഭയങ്കര പുറകോട്ടെ, നിനക്ക് clock it. അത് നമുക്കറിയില്ല. പിന്നെ കൊറേ SLK LDK MN IDK പിന്നെ ഏതൊക്കെയാണ് ഐനോ IK Benching, what is benching? ബെഞ്ചിങ് എന്താപ്പോ നമ്മള് സ്കൂളിലൊക്കെ പഠിച്ചാണേ ബെഞ്ചിൽ തന്നെ നമ്മൾ പഠിച്ചതൊക്കെ ബെഞ്ചിങ് അറിയാം നമ്മളോട് ബെഞ്ചിങ് എന്താ അറിയാ ബെഞ്ചിങ് പറഞ്ഞ എന്താടി? ബെഞ്ചിങ് എന്ന് പറഞ്ഞാൽ ബാക്ക് ഓഫ് ചെയ്യാ, ഗോസ്റ്റ് ചെയ്യാ. ഗോസ്റ്റ് ചെയ്യുന്ന പ്രേതം ബാക്കി പിടിച്ച് പറഞ്ഞതാ. ഗോസ്റ്റ് ചെയ്യുന്ന പ്രേതം വരാന്നല്ല, ഗോസ്റ്റ് പറഞ്ഞ ഇപ്പൊ നീ ഫെസിന് കോണ്ടാക്റ്റിലുണ്ട്, മെല്ലെ മെല്ലെ അവൾക്ക് ഇൻട്രസ്റ്റ് കുറയും, അപ്പൊ പിന്നെ മെല്ലെ മെല്ലെ ഒഴിവാക്കും, അതാണ് ഗോസ്റ്റിംഗ്. ഗോസ്റ്റ് ചെയ്യുന്നില്ലേ പറഞ്ഞ പോലെ അതാണ് ഇവല് ഓരോ വേർഡ് ഉണ്ടാക്കും. പിന്നെ അതുപോലെ ഐഡോണോ ഒരു ഐഡോണോ എന്നൊക്കെ പറയാൻ ഇപ്പൊ എത്ര ഇത് പോവാ ഒരു ഐഡോണോ എന്നൊക്കെ പറയാൻ ഒരു അല്ലല്ല ഒരു ഐഡോണോ നിങ്ങൾ പറയും ഒരു ഐഡോണോ എന്ന് പറയാൻ ഇപ്പൊ എത്ര ഇടങ്ങേറ് ഇപ്പൊ IDK ഇടും. എന്തിനാണ് ഇപ്പൊ ഇത് എനിക്ക് ആദ്യം അത് മനസ്സിലായിട്ടില്ല, ഇത് എന്താ സാധനം വെറുതെ മെയിൻ ആവുക ഇങ്ങനെ സംഭവമല്ലേ ഇംഗ്ലീഷില്. അത് നമ്മളെ മലയാളത്തിൽ കാലത്തിനനുസരിച്ച് പോണോ? അവൻ ചോദിച്ചട്ടെ ഇനിയിപ്പോ IDK ഇനി ഞാൻ സപ്പോർട്ട് അല്ലേ ഐ ഡോ നോ അതിനെന്താ അതിൽ വോയിസ് ഇട്ടാ പോരെ ഒരു വോയിസ് ഇട്ടാ പോരെ അത് നിങ്ങൾ IDK LMK ഒക്കെ പറയണേ ഞാൻ DMK TVK DMK അല്ല TVK വിജയ് DMK അല്ല DMK നമ്മളെതിരാ TVK എന്നടാ ഇംഗ്ലീഷിന്റെ അവിടെ എന്തായാലും മാത്തമാറ്റിക്സ് എന്തായാലും കൊടുക്കണം. ആറ് ഇടിച്ചേനെ ഷാഫിയോ എന്തായാലും കൊടുക്കണം. കണ്ണടക്ക് വെച്ച് കണ്ണു വർത്താനം പറയണേ. സത്യത്തിൽ ഞാൻ പ്ലെയിൻ ക്ലാസ് ആടല്ലേ ഇതിപ്പോ മെയിൻ ആയിട്ട് ഇട്ടല്ല. അപ്പൊ നമ്മള് ഇന്നിപ്പോ എത്ര ഡാൻസ് ചെയ്തു? 3 ഡാൻസ് ചെയ്തു. കോപ്പറേറ്റ് സോറി പാട്ട് പാടിയ കോപ്പറേറ്റ് പിന്നെ ഇതൊക്കെ എങ്ങനെയും പാടിക്കോ കോപ്പറേറ്റ് ഇട്ടൂല ഒരു സാമ്യമില്ല പാട്ടിന്. ഞാൻ പാടണെന്ന് വെച്ചാൽ എന്റെ പാട്ടും അതിൽ ഒറിജിനൽ സോങ് ഒരു സാമ്യമുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ പിന്നെ ഏതൊരു കളിച്ചില്ലേ പിന്നൊന്നും ഇല്ല അവസാനം 2 കളിച്ചിട്ടുള്ളൂ, 3ാമത് നമ്മൾ കളിച്ചിട്ടില്ല. ഇന്നാ എടുക്കാം അവിടെ മഴ എടുക്കാം. അടുത്തതായി മയത്തെ ഡാൻസ് എടുക്കാൻ പോണേ. അടട മയട ഈ പാട്ട് ഞാൻ പാടാ ഞാൻ ഡാൻസ് കളിച്ചുമ്പോൾ ഇന്ത്യ ഈ വോയിസ് കൊടുത്താൽ മതി. അല്ല ഞാൻ ഈ പാട്ട് പാടാ ഈ പാട്ട് ഓ ഓനോട് സാവത്തിന് സപ്പോർട്ട് ചെയ്താണ് ചിരിച്ചിട്ട് ഈ മാത്രമല്ല കോമഡി നല്ലത്. ഞാൻ പാട്ടാടാ എൻ്റെ പാട്ടിന് ഞാൻ തന്നെ പാടാം. വ്ളോഗിൽ കോപ്പിറൈറ്റ് സോങ്ങിനല്ലേ. അടട മയട അടമയടാ അയകാസിറിപ്പോ പിന്നെ അടുത്തത് പിന്നെ നമ്മൾ ഡാൻസ് കളിച്ച് മൊത്തം സാന സുതന സാന പിന്നെ ഒന്നും കളിച്ചില്ല. അല്ല ഇത് രണ്ടും ഇത് തന്നെ കൊടുക്ക് അല്ലേ. പിന്നെ വേറെ ഒന്നും കളിച്ചില്ല നമ്മള് ഓക്കെ. ഇപ്പത്തെ പാട്ട് ഏതാ?
ഏയ് അതല്ല ആണോ കവാലേ നിന്നെ കവാലേ. ഉണ്ട് ഞാൻ കളിച്ചിട്ടുണ്ട്. അടരമായുടെ കളിച്ചു. സെറ്റേക്കാരം പോയാ അടമയടാ അയകാ സിറിപ്പോ ഹൈറ ഹൈറ ഹൈറപ്പ ഹൈറ ഹൈറ ഹൈറപ്പ മുത്തു സാന സുതന സാന. ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ബേസി ബാസിസ് യൂട്യൂബ് ചാനൽ. പിന്നത്തെ പറയണ്ടി പറഞ്ഞിട്ടൊന്ന് വേഗം വേഗം അപ്പുറത്തുനിന്ന് ഇട്ടേരി. ആലപ്പുഴ റിസോർട്ടിൽ പോയ എന്റെ ഭർത്താവ് പറയുന്നത് എന്റെ പ്രാക്കൊണ്ടാണ് ബോയ്സ് പോവാൻ പറ്റാത്തതാണ്. ഫൈനലി ഞങ്ങളിപ്പോ വന്നിട്ടുള്ളത് കോഴിക്കോടാണ്. ആൻഡ് ഇപ്പൊ അല്ല പുതിയ പുതിയ കപ്പിൾസിനെ കണ്ടെത്തി കാണിച്ചെടുത്താ. ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഒരു ഗേ കപ്പിൾ ഉണ്ട്. ഞങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്കും ജീവിക്കണം, ഞങ്ങൾക്കും ജീവിക്കണം. ഞങ്ങളും മനുഷ്യരാണ്. ഒന്നര കഴിച്ചാട്ടോ ഞാൻ കണ്ടടിയിട്ടില്ല. ഹലോ ഗൈസ്, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ആളിപ്പോൾ കറൻ്റ്ലി സിംഗിൾ ആണ്. ബട്ട് ഈസ് റെഡി ടു മിങ്കിൾ. ആൻഡ് ആളാരാന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആള്. അപ്പോൾ ആള് റെഡി ടു മിങ്കിളായി നിൽക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ കമൻറ്റ് ബിലോ. ആൻഡ് ഫോൺ നമ്പർ ഞാൻ പേഴ്സണൽ ലൈക്ക് ചെയ്യുന്നവരെയൊക്കെ നമ്മൾ പോയാണ്ട് പേഴ്സണലി മെസ്സേജ് അയക്കുന്നതാണ്. ആരും തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ പേഴ്സണൽ മെസ്സേജ് അയക്കുമ്പോൾ മേ ബി ബേസി ബാസി ആയിരിക്കും, വയസ്സോ ക്യൂട്ട് എന്നൊക്കെ ചോദിക്കും. പക്ഷെ താങ്കൾ തെറ്റിദ്ധരിക്കരുത്. ഹീസ് എ സിഗ്മ മെയിൽ ആയിരുന്നു, ബട്ട് നൗ ഹീ ഈസ് റെഡി ടു മിങ്കിൾ. അങ്ങനെ നമ്മളെ യൂട്യൂബ് വ്ളോഗ് ഇവിടെ യൂട്യൂബ് കഴിഞ്ഞു. അപ്പോൾ വൈൻഡപ്പയാണ്. പിന്നെയും ഇതുപോലെ ഒരുപാട് ക്യാമറാമാൻ ഷാഫിക്കൊപ്പം വാ അമ്മട്ടെ. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ യൂട്യൂബ് കഴിഞ്ഞു. ഞാൻ അടുത്ത വ്ളോഗ് കാണാം. അതോട് ചുരുക്കി പറയാനുള്ളത്. എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ അടിച്ചു. ആരും കാണൂല, അവിടെ പേടിച്ചല്ല. അറിയാം.